നമസ്കാരം. 140 ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മിൽമ പാൽ വില വർദ്ധിപ്പിച്ചു. പാരിയത്തിക്കാവ് പട്ടികജാതി ഉന്നതിയിലെ കുടുംബങ്ങളെ ബലം പ്രയോഗിച്ച് കുടിയൊഴിപ്പിക്കുന്നു. ജോലി സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിന് അധ്യാപകർക്ക് വിലക്ക്. കൊഴിഞ്ഞാമ്പാറയിൽ പണം പന്തയം വെച്ച് കോഴിപ്പോര് നടത്തിയ 8 പേർ പോലീസ് പിടിയിൽ. ലഹരിക്കടത്ത് സംഘവുമായി അടുത്ത ബന്ധം പുലർത്തിയ പോലീസുകാരന് സസ്പെൻഷൻ. മിൽമ പാൽ വില വർദ്ധിപ്പിച്ചു. സംസ്ഥാനത്ത് മിൽമ പാലിന് 4 രൂപ കൂട്ടി. ജൂൺ 1 മുതൽ വില പ്രാബല്യത്തിൽ വരും. ബുധനാഴ്ച ചേർന്ന മിൽമ ഡയറക്ടർ ബോർഡിലാണ് തീരുമാനം. പുതിയ മാറ്റത്തോടെ മിൽമ പാലിന്റെ ലിറ്ററിന് ശരാശരി വില 56 രൂപയായി ഉയരും. പാലിന് വില കൂടുന്നതോടെ മിൽമ വിപണിയിലെത്തിക്കുന്ന തൈര്, നെയ്യ്, പേട അടക്കമുള്ള മറ്റ് അനുബന്ധ ഉൽപ്പന്നങ്ങൾക്കും ആനുപാതികമായി വില വർദ്ധിച്ചേക്കും. പുതുക്കിയ വർധന പ്രകാരമുള്ള തുകയുടെ 83.75% വിഹിതവും കർഷകരിലേക്ക് നേരിട്ടെത്തും. ബാക്കി തുകയിൽ 6.25% വീതം ക്ഷീര സഹകരണ സൊസൈറ്റികൾക്കും ഡീലർമാർക്കും നൽകും. 2.5% മിൽമയ്ക്കും 0.5% കർഷക ക്ഷേമനിധിയിലേക്കും മാറ്റിവെക്കും. പാരിയത്തിക്കാവ് പട്ടികജാതി ഉന്നതിയിലെ കുടുംബങ്ങളെ ബലം പ്രയോഗിച്ച് കുടിയൊഴിപ്പിക്കുന്നു. അഭിഭാഷക കമ്മീഷൻ അഡ്വക്കേറ്റ് ജയപാലിന്റെ നേതൃത്വത്തിലാണ് കുടിയൊഴിപ്പിക്കൽ നടപടി നടക്കുന്നത്. നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് നാട്ടുകാർ രംഗത്തെത്തിയെങ്കിലും ജലപീരങ്കി ഉപയോഗിച്ചും ബലം പ്രയോഗിച്ചും കുടിയൊഴിപ്പിക്കൽ നടക്കുകയാണ്. രാവിലെ 10 മണി മുതൽ സ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുകയായിരുന്നു. വൻ പോലീസ് സന്നാഹം നിലയുറപ്പിച്ചിട്ടുണ്ട്. SP-യും തഹസിൽദാറും ഉൾപ്പെടെ സംഭവ സ്ഥലത്തെത്തിയതിനു പിന്നാലെയാണ് സ്ഥലത്ത് സംഘർഷം തുടങ്ങിയത്. 15 തവണയിൽ കൂടുതൽ ഇതിനോടകം കുടിയൊഴിപ്പിക്കൽ നടന്നിട്ടുണ്ടെങ്കിലും ഇവർക്ക് ഇതുവരെ പുനരധിവാസ തീരുമാനങ്ങളൊന്നും നൽകിയിട്ടില്ല. ജോലി സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിന് അധ്യാപകർക്ക് വിലക്ക്. ഔദ്യോഗിക ആവശ്യങ്ങൾക്കല്ലാതെ അധ്യാപകർ ജോലി സമയത്ത് മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് നിർദ്ദേശം. കാസർഗോഡ് ജില്ലയിലെ ഹൈസ്കൂൾ പ്രഥമ അധ്യാപകർക്കാണ് ഇതുമായി ബന്ധപ്പെട്ട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ജോലിക്കിടെ അധ്യാപകർ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കുട്ടികളുടെ പഠനത്തെയും സ്വഭാവ രൂപീകരണത്തെയും കാര്യമായി തന്നെ ബാധിച്ചേക്കാമെന്ന് ചൂണ്ടിക്കാട്ടി നിരവധി പരാതികൾ ഉയർന്നുവന്ന സാഹചര്യമുണ്ടായി. ഇതിന് പിന്നാലെയാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എത്തിയത്. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ ഉത്തരവിൽ പറയുന്ന പ്രകാരം ഔദ്യോഗിക ആവശ്യങ്ങൾ ഇല്ലാത്ത പക്ഷം ക്ലാസ് മുറികളിൽ മൊബൈൽ ഫോൺ കൊണ്ടുപോകാൻ പാടില്ല. ഏതെങ്കിലും അധ്യാപകർ ഉത്തരവ് പാലിക്കാതിരുന്നാൽ വിദ്യാഭ്യാസ ഓഫീസറുടെ സ്കൂൾ സന്ദർശന വേളയിൽ അക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തണമെന്നും തുടർന്ന് അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്നും ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നു. കൊഴിഞ്ഞാമ്പാറയിൽ പണം പന്തയം വെച്ച് കോഴിപ്പോര് നടത്തിയ 8 പേർ പോലീസ് പിടിയിൽ. തമിഴ്നാട് കോയമ്പത്തൂർ കിണത്തുകടവ് സ്വദേശികളായ ടി ജ്ഞാനകുമാർ, ടി ഉദയകുമാർ, വി നവീൻകുമാർ, ആർ നന്ദകുമാർ, പൊള്ളാച്ചി രാമർകോവിൽ സ്ട്രീറ്റിൽ എം ഷൺമുഖസുന്ദരം, പൊള്ളാച്ചി പളനിയാണ്ടർ കോവിൽ വീതി മി പ്രദീപ് കുമാർ, ഇരുത്തമ്പേത്തി മാങ്കപ്പളം എസ് നിതിൻകുമാർ, ഒഴലമ്പത്തി കുമ്പാട്ട കൗണ്ടന്നൂർ എം രാമസ്വാമി എന്നിവരെയാണ് കൊഴിഞ്ഞാമ്പാറ പോലീസ് പിടികൂടിയത്. കോഴിപ്പോര് നടക്കുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് വടകരപ്പതി അനുപൂരിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് സംഘത്തെ പിടികൂടിയത്. പ്രദേശത്തെ ഒഴിഞ്ഞ പറമ്പിലായിരുന്നു പന്തയം നടത്തിയത്. ഇവരിൽ നിന്ന് 2 കോഴികളും 12,740 രൂപയും പിടിച്ചെടുത്തു. ലഹരിക്കടത്ത് സംഘവുമായി അടുത്ത ബന്ധം പുലർത്തിയ പോലീസുകാരന് സസ്പെൻഷൻ. മലപ്പുറം കോട്ടക്കൽ പോലീസ് സ്റ്റേഷനിലെ CPO ഗോവിന്ദ് രാജിനെയാണ് സസ്പെൻഡ് ചെയ്തത്. മലപ്പുറം SP-യുടേതാണ് നടപടി. 40 ഗ്രാം MDMA-യുമായി കരിപ്പൂരിൽ പിടിയിലായ പ്രതികളുമായി ഇയാൾക്ക് അടുത്ത ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. സ്പെഷ്യൽ ബ്രാഞ്ച് DYSP-യുടെയും കൊണ്ടോട്ടി SP-യുടെയും അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഇയാൾക്കെതിരെ തുടർ നടപടി ഉണ്ടാകുമെന്ന് മലപ്പുറം SP അറിയിച്ചു. ലഹരി സംഘവുമായുള്ള ബന്ധത്തിന്റെ പേരിൽ കരിപ്പൂർ സ്റ്റേഷനിലെ CPO ധനേഷിനെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു.